Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. ഹലോ എവ്രി വൺ ഇന്ന് ഐ എം ഗോയിങ് ടു ഷെയർ ഞാൻ പങ്കുവയ്ക്കാൻ പോകുകയാണ് എ ഷോർട്ട് ആൻഡ് മീനിങ് ഫുൾ സ്റ്റോറി. മീനിങ് ഫുൾ എന്നാൽ അർത്ഥവത്തായ ഒരു ചെറിയ കഥ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുകയാണ്. എബൌട്ട് ഓണസ്റ്റി ആൻഡ് കൈൻഡ്നെസ്. ഓണസ്റ്റി എന്നാൽ സത്യസന്ധത, കൈൻഡ്നെസ് എന്നാൽ ദയാലുത്വം. ഇന്ന് ഞാൻ സത്യസന്ധതയുടെയും കരുണയുടെയും കുറിച്ചുള്ള ഒരു ചെറുതും അർത്ഥവത്തുമായ കഥ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുകയാണ്. ജാക്ക് വാസ് എ പുവർ ബോയ്. പുവർ എന്നാൽ പാവപ്പെട്ട. ജാക്ക് ഒരു പാവപ്പെട്ട ഒരു പയ്യനായിരുന്നു. അവൻ ലിവ്ഡ് ജീവിച്ചിരുന്നത് ഇൻ എ സ്മോൾ ടൗൺ, ഒരു ചെറിയ പട്ടണത്തിലായിരുന്നു. വിത്ത് ഹിസ് മദർ, അവൻ്റെ അമ്മയുടെ കൂടെ. ജാക്ക് ഒരു പാവപ്പെട്ട പയ്യനായിരുന്നു. അവൻ ജീവിച്ചിരുന്നത് അവൻ്റെ അമ്മയുടെ കൂടെ ഒരു ചെറിയ പട്ടണത്തിലായിരുന്നു. ദേ ഡിഡ് നോട്ട് ഹാവ്, അവർക്ക് ഇല്ലായിരുന്നു. ഡിഡ് നോട്ട് ഹാവ് എന്നാൽ ഇല്ലായിരുന്നു. മച്ച് മണി, അവരുടെ പക്കൽ ധാരാളം പണമില്ലായിരുന്നു. ദേ ഡിഡ് നോട്ട് ഹാവ് മച്ച് മണി. ബട്ട് എന്നാൽ ദേ വേർ ഹാപ്പി ആൻഡ് ഓണസ്റ്റ്. ഇവിടെ എച്ച് സൈലൻ്റ് ആയിരിക്കും, ഓണസ്റ്റ് എന്ന് വായിക്കണം. അവരുടെ പക്കൽ ധാരാളം പണമില്ലായിരുന്നു, എങ്കിലും അവർ സന്തോഷവാന്മാരും സത്യസന്ധരും ആയിരുന്നു. ഓണസ്റ്റ് എന്നാൽ സത്യസന്ധതയുള്ള, ഹാപ്പി എന്നാൽ സന്തോഷമുള്ള. എവറി മോർണിംഗ്, എല്ലാ ദിവസവും രാവിലെ, ജാക്ക് ഹെൽപ്ഡ് ഹിസ് മദർ, ജാക്ക് അവൻ്റെ അമ്മയെ സഹായിച്ചിരുന്നു. സെൽ ഫ്രൂട്ട്സ്, പഴങ്ങൾ വിൽക്കാൻ. സെൽ എന്നാൽ വിൽക്കുക. അറ്റ് ദ ലോക്കൽ മാർക്കറ്റ്, ആ പ്രദേശത്തുള്ള മാർക്കറ്റിൽ പഴങ്ങൾ വിൽക്കാൻ അവൻ്റെ അമ്മയെ എല്ലാ ദിവസവും രാവിലെ ജാക്ക് സഹായിച്ചിരുന്നു. ഹീ വർക്ക് ഹാർഡ്, അവൻ കഠിനമായി ജോലി ചെയ്തു. ആൻഡ് നെവർ കംപ്ലൈൻഡ്, അവൻ ഒരിക്കലും പരാതിപ്പെട്ടില്ല. അവൻ കഠിനമായി ജോലി ചെയ്തു, എന്നാൽ അവൻ ഒരിക്കലും പരാതിപ്പെട്ടില്ല. വൺ ഡേ, ഒരു ദിവസം, വൈൽ വാക്കിംഗ് ഹോം, വൈൽ എന്നാൽ അതിനിടയിൽ, വൈൽ വാക്കിംഗ് ഹോം വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടയിൽ. ഇവിടെ ടു ഹോം എന്ന് പറയാറില്ല, ഹോമിന് മുമ്പ് ടു ചേർക്കാറില്ല. ജാക്ക് കണ്ടു എ വാലറ്റ് ലൈയിങ് ഓൺ ദ റോഡ്. വാലറ്റ് എന്നാൽ പണസഞ്ചി, ലൈയിങ് ഓൺ ദ റോഡ് എന്നാൽ റോഡിൽ കിടക്കുന്ന നിലയിൽ. ഒരു ദിവസം ജാക്ക് വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടയിൽ റോഡിൽ ഒരു പണസഞ്ചി വീണു കിടക്കുന്നതായിട്ട് അവൻ കണ്ടു. ഹി പിക്ഡ് ഇറ്റ് അപ്പ്, അവൻ അത് എടുത്തു. ആൻഡ് ഓപ്പൺഡ് ഇറ്റ്, അവൻ അത് തുറന്നു നോക്കി. ഇൻസൈഡ്, അതിനകത്ത്, ഉണ്ടായിരുന്നു. ദർ വാസ് എ ലോട്ട് ഓഫ് മണി, അതിനകത്ത് ഒരുപാട് പണം ഉണ്ടായിരുന്നു. ജാക്സ് ഐസ്, ജാക്കിൻ്റെ കണ്ണുകൾ ഗ്രൂ വൈഡ്, അവൻ്റെ കണ്ണുകൾ വിടർന്നു. ദിസ് മണി കുഡ് ബൈ ഫുഡ്, ക്ലോത്ത്സ് ആൻഡ് മെനി അതർ തിങ്സ്. ഹീ തോട്ട് എന്നാൽ അവൻ മനസ്സിൽ വിചാരിച്ചു. ദിസ് മണി കുഡ് ബൈ, ഈ പണം കൊണ്ട് വാങ്ങാൻ സാധിച്ചേക്കും. ഫുഡ്, ഭക്ഷണം, ക്ലോത്ത്സ്, വസ്ത്രങ്ങൾ, ആൻഡ് മെനി അതർ തിങ്സ്, മറ്റുള്ള ഒരുപാട് വസ്തുക്കളും ഈ പണം കൊണ്ട് വാങ്ങാൻ സാധിച്ചേക്കും. ഹി തോട്ട്, അവൻ മനസ്സിൽ കരുതി. ഫോർ എ മൊമെൻറ്റ്, ഒരു നിമിഷത്തേക്ക്, ജാക്ക് വാണ്ടഡ് ടു കീപ് ദ വാലറ്റ്. കീപ് എന്നാൽ സൂക്ഷിക്കുക, കൈവശം വയ്ക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഒരു നിമിഷത്തേക്ക്, കുറച്ച് സമയത്തേക്ക് അവൻ മനസ്സിൽ കരുതി, ആ പണസഞ്ചി തൻ്റെ കൈവശം വെക്കാമെന്ന് അവൻ കരുതി. ജാക്ക് വാണ്ടഡ് എന്നതിനർത്ഥം അവന് തോന്നി എന്നുള്ള അർത്ഥം, അവൻ ആഗ്രഹിച്ചു. ഹിസ് ഫാമിലി നീഡഡ് മണി ബാഡ്ലി. ഇവിടെ ബാഡ്ലി എന്നതിനർത്ഥം വളരെ അത്യാവശ്യമായി എന്നുള്ള അർത്ഥം, വളരെ അധികമായി. ഹിസ് ഫാമിലി നീഡഡ് മണി ബാഡ്ലി, അവൻ്റെ കുടുംബത്തിന് ആ പണം വളരെ അത്യാവശ്യമായിരുന്നു. അവൻ്റെ കുടുംബത്തിന് പണത്തിൻ്റെ കഠിനമായ ആവശ്യമുണ്ടായിരുന്നു, അതാണ് അർത്ഥം. ഹിസ് ഫാമിലി നീഡഡ് മണി ബാഡ്ലി. ബട്ട് എന്നാൽ, ദെൻ ഹി റിമെമ്പേർഡ്, പിന്നീട് അവൻ ഓർമ്മിച്ചു. റിമെമ്പേർഡ് എന്നാൽ ഓർമ്മിച്ചു. ഹിസ് മദേഴ്സ് വേർഡ്, അവൻ്റെ അമ്മയുടെ വാക്ക്, അമ്മ പറഞ്ഞ കാര്യം അവൻ ഓർമ്മിച്ചു. മണി ഈസ് ഇമ്പോർട്ടൻറ്റ്, പണം അത്യാവശ്യമായതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ് പണം. ബട്ട് എന്നാൽ, ഓണസ്റ്റി, സത്യസന്ധത. ബട്ട് ഓണസ്റ്റി ഈസ് മോർ വാല്യുബിൾ, എന്നാൽ സത്യസന്ധത അതിലുപരി പ്രധാനപ്പെട്ടതാണ്, മൂല്യമേറിയതാണ്. വാല്യുബിൾ എന്നാൽ
മൂല്യമുള്ള, സത്യസന്ധത അതിലുപരി മൂല്യമുള്ളതാണ്. പണം പ്രധാനപ്പെട്ടതാണ്, പക്ഷെ അതിലുപരി എന്താണ്? സത്യസന്ധത മൂല്യമുള്ളതാണ്. ജാക്ക് ലുക്ക്ഡ് അറൗണ്ട്. ജാക്ക് ചുറ്റും നോക്കി. ആൻഡ് നോട്ടീസ്ഡ്. നോട്ടീസ് എന്നാൽ ശ്രദ്ധിക്കുക. ആൻഡ് നോട്ടീസ്ഡ് അവൻ ശ്രദ്ധിച്ചു. എ വറീഡ് ഓൾഡ് മാൻ. വറീഡ് എന്നാൽ ചിന്താകുലനായ, അസ്വസ്ഥനായ ഒരു പ്രായമായ മനുഷ്യൻ. സെർച്ചിങ് ദ ഗ്രൗണ്ട്. സെർച്ച് എന്നാൽ തിരയുക. തറയിൽ തിരയുന്നതായിട്ട് അവൻ കണ്ടു. ജാക്ക് ചുറ്റും നോക്കി. അപ്പോൾ അവൻ ശ്രദ്ധിച്ചു, ഒരു പ്രായമായ ഒരു മനുഷ്യൻ തറയിൽ തിരയുന്നതായിട്ട് അവൻ ശ്രദ്ധിച്ചു. ഹാവ് യു ലോസ്റ്റ് സംതിങ്. നിങ്ങളുടെ എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടോ? ലൂസ് എന്നാൽ നഷ്ടമാകുക. അതിൻ്റെ മൂന്നാമത്തെ രൂപമാണ് ലോസ്റ്റ്. സർ, നിങ്ങളുടെ എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടോ? ജാക്ക് ആസ്ക്ഡ്. ജാക്ക് ചോദിച്ചു. യെസ്, അതെ. ദി ഓൾഡ് മാൻ റിപ്ലൈഡ് സാഡ്ലി. സാഡ്ലി എന്നാൽ ദുഃഖത്തോടെ. ദുഃഖത്തോടെ ആ പ്രായമായ മനുഷ്യൻ പറഞ്ഞു, അതെ. ഐ ലോസ്റ്റ് മൈ വാലറ്റ്. എനിക്ക് എൻ്റെ പണസഞ്ചി നഷ്ടമായിട്ടുണ്ട്. ഇറ്റ് ഹാഡ്. അതിലുണ്ടായിരുന്നു ഓൾ ദ മണി. എല്ലാ പണവും. ഐ നീഡഡ് ടു പേ മൈ ബിൽസ്. എൻ്റെ ബില്ലുകൾ അടയ്ക്കാൻ എനിക്ക് ആവശ്യമായ മുഴുവൻ പണവും അതിൽ ഉണ്ടായിരുന്നു. ജാക്ക് ചെക്ക് ദ വാലറ്റ് അഗൈൻ. അഗൈൻ എന്നാൽ വീണ്ടും. ജാക്ക് വീണ്ടും ആ പണസഞ്ചി പരിശോധിച്ചു. ഇറ്റ് മാച്ച്ഡ് ദി ഓൾഡ് മാൻസ് ഡിസ്ക്രിപ്ഷൻ. ഡിസ്ക്രിപ്ഷൻ എന്നാൽ വ്യാഖ്യാനം എന്നുള്ള അർത്ഥമാണ്, വർണ്ണന. മാച്ച്ഡ് എന്നാൽ സമാനമായിരുന്നു. ആ പ്രായമായ മനുഷ്യൻ പറഞ്ഞതിന് സമാനമായിരുന്നു. ആ പണസഞ്ചിയിലെ കാര്യങ്ങൾ, അതിലുണ്ടായിരുന്ന പണവും മറ്റ് രേഖകളും അദ്ദേഹം പറഞ്ഞതിന് തുല്യമായിരുന്നു. ദി ഓൾഡ് മാൻസ് നെയിം വാസ് മിസ്റ്റർ വിൽസൺ. ആ പ്രായമായ മനുഷ്യൻ്റെ പേര് വിൽസൺ എന്നായിരുന്നു. വാട്ട് ഷുഡ് ജാക്ക് ഡു. ജാക്ക് എന്തു ചെയ്യണം? എന്താണ് അവൻ ചെയ്യേണ്ടത്? ഹീ ന്യൂ ദാറ്റ്. അവന് അത് അറിയാമായിരുന്നു. റിട്ടേണിംഗ് ദ വാലറ്റ് വാസ് ദ റൈറ്റ് തിങ്. റൈറ്റ് തിങ് എന്നാൽ ശരിയായ കാര്യം. റിട്ടേൺ എന്നാൽ തിരിച്ചു നൽകുക. ആ പണസഞ്ചി തിരിച്ചു നൽകുക എന്നുള്ളതാണ് ഏറ്റവും ശരിയായിട്ടുള്ള കാര്യം. ജാക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് അവന് അറിയുമായിരുന്നു. ബട്ട് ദ മണി കുഡ് ഹെൽപ്പ് ഹിസ് ഫാമിലി സോ മച്ച്. എന്നാൽ ആ പണത്തിന് അവൻ്റെ കുടുംബത്തെ വളരെയധികം സഹായിക്കാൻ സാധിക്കുമായിരുന്നു. ആ പണത്തിന് അവൻ്റെ കുടുംബത്തെ നന്നായിട്ട് സഹായിക്കാൻ സാധിക്കുമെന്ന് അവനറിയാമായിരുന്നു. അവന് അറിയാമായിരുന്നു ജാക്കി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അവൻ ആ പണം തിരിച്ചു നൽകുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള കാര്യം. പക്ഷേ എന്താണ്, ആ പണം കൊണ്ട് അവൻ്റെ കുടുംബത്തിന് ഒരുപാട് സഹായം ചെയ്തു കൊടുക്കാൻ സാധിക്കും. അതും അവന് അറിയാമായിരുന്നു. ജാക്ക് സ്റ്റുഡ് സൈലൻ്റ്ലി. സ്റ്റുഡ് എന്നാൽ നിന്നു. ജാക്ക് നിശബ്ദനായി നിന്നു. സൈലൻ്റ്ലി എന്നാൽ നിശബ്ദനായി. സ്റ്റുഡ് എന്നാൽ നിന്നു. തിങ്കിങ് ചിന്തിച്ചുകൊണ്ട്. തിങ്കിങ് എബൌട്ട് ഹിസ് ഡിസിഷൻ. ഡിസിഷൻ എന്നാൽ തീരുമാനം. അവൻ്റെ തീരുമാനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അവൻ നിശബ്ദനായി എഴുന്നേറ്റു നിന്നു. ജാക്ക് ലുക്ക്ഡ് അറ്റ് ദ വാലറ്റ് ആൻഡ് ദെൻ അറ്റ് മിസ്റ്റർ വിൽസൺ. ജാക്ക് ആ പണസഞ്ചിയിലേക്ക് നോക്കി. അവൻ മിസ്റ്റർ വിൽസനെയും നോക്കി. ഹി ന്യൂ. അവനറിയാമായിരുന്നു ഹിസ് ഫാമിലി നീഡഡ് മണി. അവൻ്റെ കുടുംബത്തിന് പണം ആവശ്യമാണെന്ന് അവന് അറിയാമായിരുന്നു. ബട്ട് എന്നാൽ ഹി ഓൾസോ ന്യൂ. അവന് ഇതും അറിയാമായിരുന്നു ദാറ്റ് കീപ്പിംഗ് ദ വാലറ്റ് വുഡ് ബി റോങ്. റോങ് എന്നാൽ തെറ്റായ. ആ പണസഞ്ചി സൂക്ഷിക്കുക എന്നുള്ളത് അത് തെറ്റായിട്ടുള്ള കാര്യമാണ് എന്നും അവനറിയാമായിരുന്നു. സാർ, ഈസ് ദിസ് യുവർ വാലറ്റ്. ഇത് നിങ്ങളുടെ പണസഞ്ചിയാണോ? ഈസ് ദിസ് എന്നാൽ ആണോ. ഈസ് ദിസ് യുവർ വാലറ്റ്. ഇത് നിങ്ങളുടെ പണസഞ്ചിയാണോ? ജാക്ക് ആസ്ക്ഡ്. ജാക്ക് ചോദിച്ചു. മിസ്റ്റർ വിൽസൺ ലുക്ക്ഡ് അറ്റ് ഇറ്റ് ആൻഡ് സ്മൈൽഡ് വിത്ത് റിലീഫ്. റിലീഫ് എന്നാൽ ആശ്വാസത്തോടെ. മിസ്റ്റർ വിൽസൺ ആ പണസഞ്ചിയിലേക്ക് നോക്കി ആശ്വാസത്തോടെ പുഞ്ചിരിച്ചു. യെസ്, അതെ. ദാറ്റ്സ് മൈ വാലറ്റ്. അത് എൻ്റെ പണസഞ്ചിയാണ്. ഹി സെഡ്. അദ്ദേഹം പറഞ്ഞു. താങ്ക് യു സോ മച്ച്. ഒരുപാട് നന്ദി. ജാക്ക് ഹാൻഡഡ് ദ വാലറ്റ് ടു ഹിം. ഹാൻഡഡ് എന്നാൽ കൈമാറി. ജാക്ക് ആ പണസഞ്ചി അദ്ദേഹത്തിന് കൈമാറി. മിസ്റ്റർ വിൽസൺ ഓപ്പൺഡ് ഇറ്റ്. മിസ്റ്റർ വിൽസൺ ആ പണസഞ്ചി തുറന്നു നോക്കി. ആൻഡ് ചെക്ക് ദ മണി. അദ്ദേഹം പണം പരിശോധിച്ച് നോക്കി. എവറിത്തിങ് വാസ് സ്റ്റിൽ ദ. എല്ലാം അതിൽ ഉണ്ടായിരുന്നു. അപ്പോഴും എല്ലാം അതിൽ ഉണ്ടായിരുന്നു. യു ആർ എ വെരി ഓണസ്റ്റ് ബോയ്. നീ ഒരു സത്യസന്ധനായ പയ്യനാണ്. നീ വളരെ സത്യസന്ധനായ പയ്യനാണ്. വെരി ഓണസ്റ്റ്, വളരെ സത്യസന്ധനായ.
ഹി സെഡ് അദ്ദേഹം പറഞ്ഞു. നീ സത്യസന്ധനായ പയ്യനാണ്. മെനി പീപ്പിൾ വുഡ് ഹാവ് കെപ്റ്റ് ദിസ് മണി. പല ആളുകളും ഈ പണം കൈവശം വെച്ചേനെ, അല്ലെങ്കിൽ പല ആളുകളും ഈ പണം സ്വന്തമായി സൂക്ഷിച്ചേനെ. ഇതൊക്കെയാണ് അർത്ഥം. മെനി എന്നാൽ ഒരുപാട്, പീപ്പിൾ എന്നാൽ ആളുകൾ, വുഡ് ഹാവ് കെപ്റ്റ് എന്നാൽ സൂക്ഷിച്ചേനെ. ജാക്ക് സ്മൈൽഡ് ആൻഡ് റിപ്ലൈഡ്. ജാക്ക് പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. മൈ മദർ, എൻ്റെ അമ്മ, ടോൾഡ് മീ, എന്നെ പഠിപ്പിച്ചു, ഓൾവേസ്, എല്ലായ്പ്പോഴും, ടെൽ ദ ട്രൂത്ത്, സത്യം പറയുക, ആൻഡ് ഡു ദ റൈറ്റ് തിങ്, ശരിയായിട്ടുള്ള കാര്യം ചെയ്യുക. ടീച്ച് എന്നാൽ പഠിപ്പിക്കുക, അതിൻ്റെ പാസ്റ്റാണ് ടോട്ട്. എപ്പോഴും സത്യം പറയാനും ശരിയായ കാര്യം ചെയ്യാനും എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചു. ടെൽ ദ ട്രൂത്ത് എന്നാൽ സത്യം പറയുക, ഡു എന്നാൽ ചെയ്യുക, ഡു ദ റൈറ്റ് തിങ്, ശരിയായ കാര്യം ചെയ്യുക. മിസ്റ്റർ വിൽസൺ വാസ് ഇംപ്രസ്ഡ്. മിസ്റ്റർ വിൽസന് മതിപ്പുളവായി. ജാക്ക് പറഞ്ഞത് കേട്ടപ്പോൾ വിൽസന് അവനോട്, ജാക്കിനോട് മതിപ്പുളവായി, മതിപ്പ് തോന്നി. ഹി വാണ്ടഡ് ടു റിവാർഡ് ജാക്ക് ഫോർ ഹിസ് ഓണസ്റ്റി. റിവാർഡ് എന്നാൽ പ്രതിഫലം നൽകുക എന്നുള്ള അർത്ഥമാണ്. പാരിതോഷികം നൽകുക. മിസ്റ്റർ വിൽസന് ആഗ്രഹിച്ചു, മിസ്റ്റർ വിൽസന് തോന്നി, ജാക്കിൻ്റെ സത്യസന്ധതയ്ക്ക് അവന് ഒരു പ്രതിഫലം, പാരിതോഷികം നൽകണമെന്ന് മിസ്റ്റർ വിൽസന് തോന്നി. അദ്ദേഹം ആഗ്രഹിച്ചു. ഹി ഗേവ്, അദ്ദേഹം നൽകി. ഹി ഗേവ് ജാക്ക്, അദ്ദേഹം ജാക്കിന് നൽകി. സം മണി, കുറച്ച് പണം. ആൻഡ് സെഡ്, കുറച്ച് പണം അദ്ദേഹം ജാക്കിന് നൽകിക്കൊണ്ട് പറഞ്ഞു. പ്ലീസ് അക്സെപ്റ്റ്, അക്സെപ്റ്റ് എന്നാൽ സ്വീകരിക്കുക. പ്ലീസ് അക്സെപ്റ്റ്, ദയവായി സ്വീകരിക്കുക, ദിസ്, ഈ പണം, ആസ് എ താങ്ക് യു ഗിഫ്റ്റ്, ദയവായി ഈ പണം, ഇത് ഒരു നന്ദിയുടെ ഒരു സമ്മാനമായി സ്വീകരിക്കുക. അറ്റ് ഫസ്റ്റ്, ആദ്യം, ജാക്ക് റിഫ്യൂസ്ഡ്, റിഫ്യൂസ് എന്നാൽ നിരസിക്കുക, ആദ്യം ജാക്ക് നിരസിച്ചു. ബട്ട് എന്നാൽ, മിസ്റ്റർ വിൽസൺ ഇൻസിസ്റ്റഡ്, ഇൻസിസ്റ്റ് എന്നാൽ നിർബന്ധിക്കുക എന്നുള്ള അർത്ഥം. എന്നാൽ മിസ്റ്റർ വിൽസൺ നിർബന്ധിച്ചു. ദെൻ പിന്നീട് മിസ്റ്റർ വിൽസൺ ലേൺഡ് അബൌട്ട്, ലേൺ എന്നാൽ പഠിക്കുക, ലേൺഡ് അബൌട്ട് മനസ്സിലാക്കി, ജാക്സ് ഹാർഡ് ലൈഫ്, ജാക്കിൻ്റെ ബുദ്ധിമുട്ടുള്ള ജീവിതത്തെക്കുറിച്ച് പിന്നീട് മിസ്റ്റർ വിൽസൺ മനസ്സിലാക്കി. ഹി ഡിസൈഡഡ്, അദ്ദേഹം തീരുമാനിച്ചു. ഹി ഡിസൈഡഡ് ടു ഹെൽപ്പ് ദ ഫാമിലി ഈവൻ മോർ, ആ കുടുംബത്തെ ഇനിയും കൂടുതൽ സഹായിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഹി ഓഫേർഡ്, ഓഫർ എന്നാൽ വാഗ്ദാനം ചെയ്യുക എന്നുള്ള അർത്ഥം. ഹി ഓഫേർഡ്, അദ്ദേഹം, മിസ്റ്റർ വിൽസൺ വാഗ്ദാനം ചെയ്തു. ഹി ഓഫേർഡ് ജാക്ക് എ സ്മോൾ ജോബ്, ഒരു ചെറിയ ജോലി അദ്ദേഹം ജാക്കിന് വാഗ്ദാനം ചെയ്തു. ആഫ്റ്റർ സ്കൂൾ എന്നാൽ സ്കൂൾ കഴിഞ്ഞ ശേഷം. ഹി പ്രോമിസ്ഡ്, അദ്ദേഹം വാക്കു നൽകി. ടു പേ ഹിം ഫെയർലി, പേ എന്നാൽ പ്രതിഫലം നൽകുക, ഫെയർലി എന്നാൽ ന്യായമായി. സ്കൂൾ കഴിഞ്ഞ ശേഷം ജാക്കിന് അദ്ദേഹം ഒരു ചെറിയ ജോലി വാഗ്ദാനം ചെയ്തു. അതിന് ന്യായമായ പ്രതിഫലം നൽകാമെന്നും അദ്ദേഹം വാക്കു നൽകി. ജാക്ക് വർക്ക്ഡ് ഹാർഡ്, ജാക്ക് കഠിനമായി ജോലി ചെയ്തു. ആൻഡ് സേവ്ഡ് ഹിസ് ഏർണിങ്സ്, സേവ്ഡ് എന്നാൽ മാറ്റിവെച്ചു. ഹിസ് ഏർണിങ്സ് എന്നാൽ അവൻ്റെ സമ്പാദ്യങ്ങൾ. ജാക്ക് കഠിനമായി ജോലി ചെയ്ത് അവൻ്റെ സമ്പാദിച്ച പണം അവൻ മിച്ചം വച്ചു. സൂൺ, വൈകാതെ, ഹിസ് ഫാമിലി ഹാഡ് ഇനഫ് മണി ഫോർ ഫുഡ്, ക്ലോത്ത്സ് ആൻഡ് അതർ നീഡ്സ്. ഇനഫ് എന്നാൽ മതിയായ എന്നുള്ള അർത്ഥമാണ്, വേണ്ടത്ര. അതർ നീഡ്സ് എന്നാൽ മറ്റുള്ള ആവശ്യങ്ങൾ, മറ്റുള്ള ആവശ്യങ്ങൾക്കുള്ള. വൈകാതെ അവൻ്റെ കുടുംബത്തിന് ഭക്ഷണത്തിനും വസ്ത്രങ്ങൾക്കും മറ്റ് ആവശ്യങ്ങൾക്കും മതിയായ പണം ഉണ്ടായി. ദ ഫാമിലി ഹാഡ് എന്നാൽ ആ കുടുംബത്തിന് ഉണ്ടായി. ഇനഫ് മണി, വേണ്ടത്ര പണം. ജാക്ക് ലേൺഡ്, ജാക്ക് പഠിച്ചു. എൻ ഇമ്പോർട്ടൻറ്റ് ലെസൺ, ഒരു പ്രധാനപ്പെട്ട ഒരു പാഠം ജാക്ക് പഠിച്ചു. ലെസൺ എന്നാൽ പാഠം. മണി ഈസ് പവർഫുൾ, പണം ശക്തിയുള്ളതാണ്, പണം സ്വാധീനിക്കപ്പെടുന്നതാണ്. ബട്ട് എന്നാൽ ഓണസ്റ്റി, സത്യസന്ധത, ആൻഡ് ഗുഡ് ക്യാരക്ടർ, സത്യസന്ധതയും നല്ല ക്യാരക്ടർ എന്നാൽ ഇവിടെ വ്യക്തിത്വം എന്നുള്ള അർത്ഥമാണ്. സത്യസന്ധതയും നല്ല വ്യക്തിത്വവും ആർ വർത്ത് ഈവൻ മോർ, വർത്ത് എന്നാൽ മൂല്യമുള്ള, ഈവൻ മോർ എന്നാൽ അതിലും കൂടുതൽ. പണം ശക്തിയുള്ളതാണ്, പണം സ്വാധീനിക്കപ്പെടുന്നതാണ്, പക്ഷെ സത്യസന്ധതയും നല്ല സ്വഭാവവും അതിലും വിലപ്പെട്ടതാണ്. ബിക്കോസ്, കാരണം, ജാക്ക് ചോസ്, ജാക്ക് തിരഞ്ഞെടുത്തു. ഓണസ്റ്റി, സത്യസന്ധത, ഓവർ ഗ്രീഡ്, ഗ്രീഡ് എന്നാൽ ആർത്തി, അത്യാർത്തി.
ഗുഡ് തിങ്സ് എന്നാൽ നല്ല കാര്യങ്ങൾ. കെയിം എന്നാൽ വന്നു ചേർന്നു. ഹിസ് വേ എന്നാൽ ഇവിടെ അവൻ്റെ ജീവിതത്തിലേക്ക് എന്നുള്ള അർത്ഥമാണ്. ചോസ് ഓണസ്റ്റി ഓവർ ഗ്രീഡ്, ഇതിനർത്ഥം അത്യാഗ്രഹത്തേക്കാൾ സത്യസന്ധതയെ തിരഞ്ഞെടുത്തു. കെയിം ഹിസ് വേ, അവൻ്റെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു, അവന് ലഭിച്ചു, ഇതൊക്കെയാണ് അർത്ഥം. ജാക്ക് അത്യാഗ്രഹത്തേക്കാൾ സത്യസന്ധതയെ തിരഞ്ഞെടുത്തതുകൊണ്ട് നല്ല കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. മോറൽ, ഗുണപാഠം. ഈ കഥയിൽ നിന്നും പഠിക്കാനുള്ള പാഠം: ഓണസ്റ്റി സത്യസന്ധത, ബ്രിങ്സ് ട്രസ്റ്റ്, ട്രസ്റ്റ് എന്നാൽ വിശ്വാസം, ബ്രിങ് എന്നാൽ കൊണ്ടുവരിക എന്നുള്ള അർത്ഥമാണ്, നേടിക്കൊടുക്കുക. സത്യസന്ധത വിശ്വാസം നേടിക്കൊടുക്കുന്നു, അല്ലെങ്കിൽ സത്യസന്ധത വിശ്വാസം കൊണ്ടുവരുന്നു, ഇതൊക്കെയാണ് അർത്ഥം. ഓണസ്റ്റി ബ്രിങ്സ് ട്രസ്റ്റ്. റെസ്പെക്റ്റ്, ബഹുമാനം, ബഹുമാനവും സത്യസന്ധത നേടിക്കൊടുക്കുന്നു. ആൻഡ് റിവാർഡ്സ് ദാറ്റ് മണി അലോൺ കനോട്ട് ബൈ. അലോൺ എന്നാൽ മാത്രം, കനോട്ട് ബൈ എന്നാൽ വാങ്ങിക്കാൻ സാധിക്കുകയില്ല, ബൈ എന്നാൽ വാങ്ങുക. റിവാർഡ്സ് എന്നാൽ പാരിതോഷികങ്ങൾ, പ്രതിഫലം. മണി അലോൺ കനോട്ട് ബൈ എന്നാൽ പണം കൊണ്ട് മാത്രം വാങ്ങിക്കാൻ സാധിക്കാത്ത. സത്യസന്ധത പണം കൊണ്ട് മാത്രം വാങ്ങാൻ സാധിക്കാത്ത വിശ്വാസവും ബഹുമാനവും വിലപ്പെട്ട നേട്ടങ്ങളും നൽകുന്നു. സത്യസന്ധത പണം കൊണ്ട് മാത്രം വാങ്ങാൻ സാധിക്കാത്ത വിശ്വാസവും ബഹുമാനവും പ്രതിഫലങ്ങളും നേടിക്കൊടുക്കുന്നു.